ഹായ്, നമ്മൾ ഇന്ന് പഠിക്കുന്ന മൊഡ്യൂൾ 43 ആണ്. മസ്റ്റ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മേ ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം പഠിച്ചതായിരുന്നു. മേ ഹാവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ഉറപ്പില്ല, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ എന്തായാലും ചെയ്തിട്ടുണ്ടാവും. മേ ഹാവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പില്ല. പക്ഷെ മസ്റ്റ് ഹാവ് ആണെങ്കിൽ എന്തായാലും ചെയ്തിട്ടുണ്ടാവും, ഷുവർ ആണ്. നോക്കിക്കേ, ഐ മസ്റ്റ് ഹാവ് ഗോൺ ടു UAE. ഓക്കെ, ഹി മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ഇൻ ഇംഗ്ലണ്ട്. അവൻ എന്തായാലും ഇംഗ്ലണ്ടിൽ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഒരു നാറ്റീവ് സ്പീക്കറിനെ പോലെ ഒരു UK ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ല നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയണം ഹി മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ഇൻ ഇംഗ്ലണ്ട്. അവൻ ചിലപ്പോഴല്ല, ഹി മസ്റ്റ് ഹാവ്, അവൻ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഷി മസ്റ്റ് ഹാവ് ബോട്ട് സം വെജിറ്റബിൾ. അവൾ യുനോ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് വെജിറ്റബിൾ ഭയങ്കര ഇഷ്ടമാണ്. അവൾ തീർച്ചയായിട്ടും വെജിറ്റബിൾ വാങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ഷി മസ്റ്റ് ഹാവ് ബോട്ട് സം വെജിറ്റബിൾ. ഓക്കെ, ഐ മസ്റ്റ് ഹാവ് പാസ്ഡ് ദി എക്സാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ റിസൾട്ട് ഇന്ന് വരികയാണ്. ഇന്ന് റിസൾട്ട് വന്നു, പക്ഷെ എനിക്ക് നോക്കാനായിട്ട് കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റോ ഒന്നും കിട്ടില്ല. ഞാനൊരു തീരെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ്. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഞാൻ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഐ മസ്റ്റ് ഹാവ് പാസ്ഡ് ദി എക്സാം. ഞാൻ എന്തായാലും എക്സാം പാസ്സായിട്ടുണ്ടാകും. ബിക്കോസ് എനിക്കറിയാം ഞാൻ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റിസൾട്ട് നോക്കിയിട്ടില്ലെങ്കിൽ കൂടിയിട്ട് എനിക്കറിയാൻ പറ്റും ഞാൻ പാസ്സായിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഹി മസ്റ്റ് ഹാവ് ഡ്രിവൺ ദ കാർ സ്ലോലി. അവൻ ചിലപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, ചിലപ്പോൾ എന്നുള്ളത് മേഹാവാണ്. നമ്മൾ പറയുന്നത് ഉറപ്പായിട്ടും ഇപ്പോൾ ഒരാൾ നമ്മളൊരു മീറ്റിങ്ങിന് വരാൻ പറഞ്ഞു, അപ്പോൾ അവൻ കുറേ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം അവൻ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, കാർ ഓടിക്കുന്ന സമയത്ത് ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് പറയണം അവനെ പതുക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. ഹി മസ്റ്റ് ഹാവ് ഡ്രിവൺ ദ കാർ സ്ലോലി. അവൻ പതുക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ലേറ്റ് ആയത്. ഓക്കെ, ഷി മസ്റ്റ് ഹാവ് യൂസ്ഡ് എ ന്യൂ ലാപ്ടോപ്പ്. അവൾ എന്തായാലും, അതായത് നോക്കിക്കേ, അവൾ ഒരു ലേഡി ഒരാളുടെ വീട്ടിൽ പോയിട്ട് പറയണം, ഓ ഇത് പഴയ ലാപ്ടോപ്പാണല്ലോ, അയ്യോ ഇതിന് ടച്ച് സ്ക്രീൻ ഒന്നുമില്ലേ, ഇതിന് അതൊന്നുമില്ലേ, ഇതൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അവർ പറയണം ഇവള് ചിലപ്പോൾ പുതിയ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഷി മസ്റ്റ് ഹാവ് യൂസ്ഡ് എ ന്യൂ ലാപ്ടോപ്പ്. അപ്പോൾ ചിലപ്പോൾ എന്നുള്ളതിന് എന്ത് പറയാം, മേഹ എന്ന് പറയാം. ഇവൾ എന്തായാലും പുതിയ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ വന്നിട്ട് വീമ്പിളക്കുന്നത് എന്ന് പറയുമ്പോൾ ഷി മസ്റ്റ് ഹാവ് യൂസ്ഡ് എ ന്യൂ ലാപ്ടോപ്പ്. ഐ മസ്റ്റ് ഹാവ് റെഡ് ദ ന്യൂസ് പേപ്പർ. ഞാൻ എന്തായാലും ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടാവും. ഇത്ര സമയത്തിനുള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വിൽ ഹാവ് വെച്ച് പറയാം, പക്ഷേ അതേപോലെ തന്നെ യൂസേജ് ആണ്. ഐ മസ്റ്റ് ഹാവ് റെഡ് ദ ന്യൂസ് പേപ്പർ. ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഷി മസ്റ്റ് ഹാവ് ക്ലീൻ ദ ഹൗസ്. അവൾ എന്തായാലും വീട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. ഷി മസ്റ്റ് ഹാവ് ക്ലീൻഡ് ദ ഹൗസ്. അവൾ എന്തായാലും വീട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ, ഈ ഒരു യൂസേജ് ഓക്കെ ആണല്ലോ. ഹി മസ്റ്റ് ഹാവ് ബ്രോട്ട് എ ന്യൂ കാർ. അവൻ എന്തായാലും ഒരു പുതിയ കാറ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ബ്രിങ്ങിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട് എന്ന് പറയുന്നത്. ബ്രിങ്, ബ്രോട്ട് കൊണ്ടുവന്നു എന്നാണ് അർത്ഥം വരുന്നത്. ബൈ വാങ്ങുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് വരുന്നത് ബോട്ടാണ്, BOUGHT ആണ്. ഇവിടെ പറയുന്ന അവൻ എന്തായാലും പുതിയൊരു കാറ് കൊണ്ടുവന്നിട്ടുണ്ടാവും. വി മസ്റ്റ് ഹാവ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. നമ്മൾ എന്തായാലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. വി മസ്റ്റ് ഹാവ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. വി മസ്റ്റ് ഹാവ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. നമ്മൾ എന്തായാലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതാണ്.